വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ബ്ലൈൻഡ് ഫോൾഡ് ടേസ്റ്റ് ചാലഞ്ച്. അതായത് ഗയ്സ് ഇന്നത്തെ ദിവസം നമുക്ക് നല്ല അടിപൊളി ഒരു പണിയാണ് സല്ലു തരാൻ വേണ്ടി പോകുന്നത്. അതെ ഗയ്സ്, ഇന്ന് നമ്മൾ ഈ ചാലഞ്ചിൽ മൊത്തം ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതെ, പക്ഷെ നമ്മുടെ മുന്നിൽ ഒരുപാട് ഫുഡുകൾ വരും. ആ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ എഴുതണം ഗയ്സ്. ആരാണ് അവസാനം ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് എഴുതി പോയിന്റ്സ് വാങ്ങുന്നത് അവർക്ക് 5000 rupees ക്യാഷ്. അങ്ങനെ 5000 rupees ക്യാഷ് പ്രൈസ് വെച്ചോണ്ട് തന്നെ നല്ല 8 പണികൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇന്ന് നമ്മുടെ മുന്നിൽ എന്ത് കൊണ്ടുവച്ചാലും അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ട് നമ്മുടെ മുന്നിലുള്ളതാ ഈ ബോർഡിൽ എഴുതണം. അതെ, അത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് മര്യാദയ്ക്ക് തിന്ന് നോക്കണം. നമ്മൾ കാണിക്കണം. ഡിസ്ക്വാളിഫൈ ആവും പിന്നെ ഇപ്പൊ ഷാമി കഴിച്ചിട്ടില്ലെങ്കിൽ ഷാമിനെ പിന്നെ അടുത്ത റൗണ്ടിലോട്ട് ഷാമിനെ കൊണ്ടുപോകില്ല. തെറ്റിപ്പോയ പോയിന്റ്സ് പോകുന്നില്ലല്ലോ. ടേസ്റ്റ് ചെയ്യാണ്ടിരുന്നാ അങ്ങനെ അതുപോലെ ജീവനുള്ളവരെ വന്നു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ പച്ച ചിക്കൻ തിന്നില്ല. ഞാൻ ഉണ്ട് അങ്ങനെയൊന്നും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ചിക്കൻ ഒന്നും ശരിക്കും കൊണ്ടാക്കാൻ പാടില്ല. അത് പ്രോപ്പർ ഒരു ഫുഡ് പറ്റൂല. പച്ചച്ചിക്കൻ തിന്നവരുണ്ടല്ലോ. അത് വെറുതെ തിന്നല്ല, അത് വേറൊരു സോസിലൊക്കെ കുത്തി ആ സോസ് ഉണ്ട്. സോസ് കൊണ്ടുവെക്കണം. ആ സോസ് കൊണ്ട് ഞങ്ങൾ നിങ്ങൾ മുന്നിൽ എന്താണോ കൊണ്ടുവെക്കുന്നത് അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം പച്ച ചിക്കൻ ആണെങ്കിൽ എനിക്കൊരു പച്ചമീൻ മണക്കുന്നുണ്ട്. പച്ചമീനായിരിക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാല് കഴിഞ്ഞ ശേഷം മാത്രമേ കണ്ണ് തുറക്കാൻ പാടുള്ളൂ. അതുവരെ വെളിച്ചം കാണൂല. അതുവരെ വെളിച്ചം കാണൂല. എനിക്ക് ഇരുട്ട് പേടിയാ. രണ്ടാൾക്കാർ ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ 5000 രൂപ നേടിയിട്ട് ഞാൻ പോടുള്ളൂ. നമുക്ക് തുടങ്ങാം. ടോട്ടൽ 8 റൗണ്ട് ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ 5 ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നേ. സാധാരണ 5 റൗണ്ട് ഒക്കെ നമുക്ക് ഉണ്ടാവലുള്ളൂ. ഇതൊരു പേപ്പർ ഉള്ളല്ലോ, 8 ഉണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ചെയ്ത് ഇവിടുന്ന് കൊണ്ട് കാണൂലല്ലോ. അല്ല, നമ്മൾ ഓരോന്നിനും മുകളിൽ എഴുതിപ്പോയാ എന്ത് ചെയ്യും? എഴുതിന്റെ മുകളിൽ അതെ. ഷാമി, എനിക്കൊരു എക്സാം എഴുതാൻ പോകുന്നു. ഞാൻ ഒന്ന് പറയുന്നത് കേക്ക്. ഇവിടെ ഇങ്ങനെ ഒരു വിരല് വെക്കാം, എന്നിട്ട് അതിന് നേരെ എഴുതാം. ആ വിരല് വെച്ചതിന്റെ തൊട്ട് താഴെ അടുത്ത സാധനം വിരല് വെക്കാം. അങ്ങനെ 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 എഴുതി പോവാം. ഞാനിപ്പോ എല്ലാം കൊളാക്കുന്നു. ഓക്കെ, ഞങ്ങൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു. വൃത്തിയുടെ മണക്ക് വരണ്ടല്ലോ. എന്തോ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആയോ സല്ലോ? റെഡി ആയില്ല. റെഡി റെഡി എന്ന് പറഞ്ഞാൽ ആയിതല്ല അർത്ഥം. ആയില്ല, ഞാൻ പറയുമ്പോ മാത്രം. എന്തോ എന്റെ മുന്നിൽ എന്തോ വന്ന്. ഓക്കെ, റെഡി. വെച്ച് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ മുന്നിലുണ്ട്. ഓക്കെ, 5000 രൂപ മാത്രം എന്റെ മുന്നിലുള്ളൂ. അയ്യോ, ഈശ്വര, എന്തത്? എന്താ എഴുതുക? അല്ലല്ല, തിന്നാൻ പറ്റണ്ടേ? നല്ല തിന്നുന്നുണ്ട്. ശരിക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടായി. സല്ല ഒരു ടിഷ്യൂ കൂടി തരും. ഒരു ടിഷ്യൂ വേണോ? ഇനി വേണോ? ഒരു കാര്യം അറിഞ്ഞാൽ മതി, പച്ചയാണോ അത് പഴുത്താണോ? പഴുത്തതോ? അല്ല, ഉണ്ടാക്കിയത് വല്ലതും ആണോ എന്ന് ചോദിക്കുക. ഓനാക്കിയതാണെങ്കിൽ പച്ച സാധ്യത. ഞാൻ എഴുതട്ടെ? ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പേര് വേണോ? വേണം. സ്പെസിഫിക് ആയിട്ടുള്ള പേര് എങ്ങനെ തരാൻ പറ്റുക? പൊതുവായിട്ടുള്ള പേര് എഴുതുക. ഇത്
വേണോ? അതെന്താണെന്നുള്ള അതിന്റെ പേര് വേണം. ഇതെന്താണ് ഇതാ? ഇവൻ ഏതാന്ന് ഇതുണ്ടല്ലോ. ഓൻ ഏതാന്ന് എഴുതണം. ഓൻ ഏതാണോ? ആ, ഇത് കോമൺ ആണോ? ക്ലൂ ഒന്നും തരാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് താ, അല്ലാണ്ട് ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാവുക? അത്രക്ക് കോമൺ അല്ല. പിന്നെ എങ്ങനെ എഴുതുക? അതാ പറഞ്ഞേ, ചാലഞ്ച് കുറച്ച് ടഫായിരിക്കും. എനിക്ക് വേറെ ആണോ വെച്ചുകൊടുത്തത്? ചെലപ്പോ എല്ലാം സെയിമാ. എല്ലാം സെയിം. ആ ഈശ്വര, അതാണോ എനിക്ക് അറിയില്ല. ഞാൻ എഴുതി, നിങ്ങളൊക്കെ എഴുതി കഴിഞ്ഞോ? ഇല്ല ഗൈസ്, എനിക്ക് ഇതിന്റെ പേര് അറിയില്ല ഗൈസ്. ഞാൻ ഇത് ഏത് വംശത്തിൽപ്പെട്ടാന്ന് എഴുതാം. ഇത് എന്തിന്റെ മുള്ള നിലനിൽക്കുന്നത്? ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നും ആയി പീസ് പീസ് ആക്കി. നിങ്ങൾ എഴുതി കഴിഞ്ഞോ? ഈ റൗണ്ട് കഴിഞ്ഞു, ഈ റൗണ്ട് ഇല്ല. അതിനുണ്ട്, ഞാൻ എന്തെങ്കിലും ഒന്ന് എഴുതട്ടെ. ഷാമി എഴുതിയോ? ഇല്ല, ഞാൻ അതിന്റെ പേര്, അതിന്റെ ശരിക്കുള്ള പേര് എനിക്ക് അറിയില്ല. ടിഷ്യൂ തീർന്നോ? അയ്യോ, എന്റെ പെൻ. ചല്ലു, ടൈം ഉണ്ടോ എഴുതാൻ വേണ്ടിട്ട്? ഈ ആസ്വദിച്ച് തിന്നോണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ എഴുതി. അടക്കടക്ക്. ഞാൻ എവിടെ എഴുതി? എവിടെയെങ്കിലും ഓ, ഇപ്പൊ കാണാനും പറ്റില്ലല്ലോ എന്താന്ന്. ഇല്ല, ചാലഞ്ച് കഴിഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കണോ? ഇത് ശരിയാണോ? എന്റെ കഴിഞ്ഞ് എന്റെ അനാട്ടമി ഞാൻ നടത്തി കഴിഞ്ഞു ഇവിടെ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ശ്രീ ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുക. അതാണ് ഞാൻ ആസ്വദിക്കുന്നത്. അതോ ഇത് എനിക്ക് അതാ മനസ്സിലാവും. ശ്രാമി കഴിഞ്ഞില്ലേ? നമുക്ക് നാളെ അല്ല അത് തീർക്കണം. ഞാനൊന്ന് എഴുതി ഞാൻ വെട്ടിയില്ല. അതിന്റെ മുകളിലാണോ വെട്ടിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, കഴിഞ്ഞോ? ഞാൻ അടുത്ത അത്ര അങ്ങോട്ട് പോവാ. പോവാ. ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് ഒറ്റ മിനിറ്റ്. ഇതിപ്പോ തീരുട്ടോ. തിന്നോണ്ടിരിക്കാം. എനിക്ക് ഈ സൗണ്ട് ഇങ്ങനെ ചവക്കുന്ന സൗണ്ട് ഇങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ആ, അത് ശരിയാവൂല. ഞാൻ കഴിഞ്ഞു. ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 മിനിറ്റ്. സ്വാമി വേഗം. ഒരു മിനിറ്റ് എഴുതിയിട്ടുണ്ട് ഞാന്. എഴുതിയിട്ടുണ്ട്. എന്താ പിന്നെ കഴിഞ്ഞ അടുത്ത റൗണ്ട്. എടുത്ത് മാറ്റാൻ വേണ്ടിട്ട് വരിക. ആ, എന്നാ അടുത്ത റൗണ്ടിൽ പോകല്ലോ. ഇത് നിങ്ങൾക്ക് ഒറ്റ പ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിന് 3 സ്പൂൺ ഉണ്ടാവും. ഒന്ന് കഴിക്കാൻ. ആ, ഓരോ സ്പൂൺ വീതം ഓരോരുത്തർ എടുത്തോ. സ്പൂൺ എടുത്താൽ മതി. ഓക്കെ? സ്പൂണിന്റെ ഉള്ളിലാണോ? ആ, സ്പൂണിന്റെ ഉള്ളിലാ. സ്പൂണിന്റെ ഉള്ളിലോ? അതായത് ബൗളിലാണ്, സ്പൂണോണ്ട് കോരി എടുക്കണം. അതൊന്നല്ല, ഒരു സ്പൂൺ എടുത്താൽ മതി. ഓരോ സ്പൂണിൽ ഓക്കെ, ഞാൻ ഒരു സ്പൂണിന്റെ ഉള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ. നിന്റെ സ്പൂണിലുണ്ടോ? വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റുണ്ടല്ലോ. അഞ്ചു തീരെ കഴിക്കാതാട്ടോ എഴുതുന്നേ. എന്താണ് എഴുതണം എന്നുള്ളൂ ഇവിടെ. മനസ്സിലായോ? ഇത് എന്താന്ന് മനസ്സിലാവും. പക്ഷെ തിന്നണമെന്നുണ്ടേ. തിന്നണം. ഇതാരും എടുക്കരുതേ. അതായത് എന്റെ സ്പൂണിലുള്ള ആരും എടുക്കരുത്. അതെന്ത് പറ്റിച്ച? ഞാൻ അവിടെ ഒന്ന് തൽക്കാലത്തിന് വെച്ചതാ. ഈ ഷാമി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഫുഡും തരുന്നോണ്ട് ഓക്ക് വേഗം. ഇത് നമ്മളൊക്കെ തിന്നുന്ന തന്നെ. ഓക്കെ, ഒരു ക്ലൂ കിട്ടി. ഇല്ല, നമ്മള് തിന്നുണ്ടോ? മതി. ഇനി മതി കേട്ടോ. അതിന്റെ സമയം കഴിഞ്ഞു പോയി. ചിത്രം വരയ്ക്കുക എന്തിന്റെ സാധനത്തിന്റെ. കുറച്ച് സമയം എടുക്കും. കുറച്ച് ക്ലൂ കിട്ടാൻ വേണ്ടി ആരോ ചോദിക്കാ. എന്റെ കഴിഞ്ഞ ഞാൻ നോക്കി. ഞാനും എഴുതി. ഇന്ത്യയിൽ വെക്കല്ലേ? ഞാൻ അപ്പുറത്ത് വെച്ച്. ഇതിൻ്റെത് കൈ എവിടെ? കൈ തരാൻ പറ്റില്ല. ഇത് ഇതെന്റത്. ഓക്കെ. ഓക്കെ, കഴിഞ്ഞ എല്ലാരും എഴുതിയില്ലേ? കഴിയൂ. അടുത്ത റൗണ്ടിലോട്ട് പോവാ. റെഡി. കൊണ്ടക്കി. മുന്നിലൊരു പ്ലേറ്റ് ഉണ്ട്. ഒറ്റ പ്ലേറ്റ് ഉള്ളൂ. ഒറ്റ പ്ലേറ്റേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് എടുക്കാം. എവിടെ? എന്തുകൊണ്ട്? കൈ കൊണ്ടോ? ആ, കൈ കൊണ്ട് എല്ലാവർക്കും ഒരു പ്ലേറ്റാ?
അതിൽ ഒരുപാടുണ്ട്. ഏതോ ഒരെണ്ണം എടുത്തോ. ഷാമിക്കിന്റെ ഓ, അങ്ങനെ വേണ്ട വേണ്ട വേണ്ട. ഇതെന്താ ഇത്? പായസത്തിന്റെ ചോയും ആ ഒരു ഏലക്കാല ടേസ്റ്റ് ഇല്ലേ? പേടയിലെ ഒരു ചോയ പോലെ. പക്ഷെ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഇത് ശരിക്കും വരും. ഇത് അതാണ്. വേറൊന്നും എടുത്തോണ്ട് ഇനി ഉണ്ടോ? കണ്ടില്ലേ? ഒന്ന് തീർന്നോ? ഞാൻ അതിന്റെ ഡിസൈൻ മനസ്സിലായി. എവിടെയോ മനസ്സിലായി. സ്പെസിഫിക് ആക്കി എഴുതണോ? ആ എഴുതിക്കും. പക്ഷേ ഇത് കൊറേ ഉണ്ടല്ലേ അതില്? ഇതില് പലതുണ്ട്. പലതും ഉണ്ട്. ആ ഏകദേശം ഒരു സാധനം പറഞ്ഞ എഴുതിയാ പോരെ? അതില് പലതും ഇല്ല. അതല്ല പറഞ്ഞേ, ഈ കാറ്റഗറിയിൽ പലതുണ്ട്. ഈ പ്ലേറ്റിൽ ഇത് തന്നെയുള്ളൂ. എന്താന്ന് കൃത്യമായിട്ട് എഴുതണോ? വേണ്ട. എന്താ സാധനം ബേസിക് എഴുതണ്ട. ഡിഷ് എന്താന്ന് എഴുതിയാ മതി. ആ ഓക്കെ ഗൈസ്, ഞാൻ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും കുറച്ച് കോൺഫിഡന്റ് ആണ്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്തായാലും എഴുതുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും എഴുതിയത് ഒരേ ലൈൻ തന്നെ പോയിട്ടുണ്ട്. ആര് അയ്യോ, ആര് എനിക്കറിയാം എന്താന്നുള്ളത്. ഞാൻ പറഞ്ഞാ പോരെ? മതി. ഇത് കൊറേ ടാസ്കുകൾ ഒരേ സമയത്തൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത റൗണ്ട്. ഞാൻ എഴുതട്ടെ? അത് ശരി. ആ എഴുതി. ഓക്കെ Okay, guys. എന്താന്ന് കൂടി എഴുതട്ടെ. ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് പോലെ അത്ര ആലോചിക്കുന്നൊന്നുമില്ല. കാരണം ഞങ്ങള് പിന്നെ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ്. ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, റെഡി. റെഡി റെഡി? 3 സ്പൂൺ ഉണ്ട്. ആ ഓരോ സ്പൂൺ വീതെടുത്താ മതി. ഓക്കെ. കൈ എന്തിലോ തട്ടി. സ്പൂൺ എവിടെ? എന്റെ സ്പൂൺ ഞാൻ എടുത്ത്. പാടുന്നു. അപ്പൊ എനിക്ക് സ്പൂണ്. ആ ഇത് എനിക്കറിയാം. പക്ഷെ ഇത് എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് കിട്ടി. എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ ഇതാണ്. ഭയങ്കര സ്ട്രോങ് ടേസ്റ്റ്. പക്ഷെ ഇതിന് ഇങ്ങനെ പുളി എന്താ? അതാ ഞാൻ നോക്കുന്നേ. അതാ. ഞാൻ ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ ഇതിന് പുളി ഉണ്ടാവില്ല. അതന്നെ എന്റെ പ്രശ്നം. ഇത് ശ്രീ എത്തിപ്പെടാത്തൊരു സാധനം ആണെന്നൊക്കെ തോന്നുന്നത്. എനിക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ അത്. ഇതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഈ സാധനം എനിക്ക് അറിയാം, പക്ഷെ ഇതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഞാനൊന്ന് മെനു കൂടെ ഒക്കെ ഒന്ന് കടന്നു പോട്ടെ. അങ്ങനെ ഞാനിപ്പോ എനിക്ക് അതിന് പേര് കിട്ടിയില്ല. പേര് കിട്ടിയില്ല. എന്താ സാധനം സ്പെസിഫിക് ആയിട്ട് മതിയോ? മതി മതി. അതൊന്നും പറ്റില്ല. അതിന് പേര് എഴുതണം. എനിക്ക് സാധനം എന്താന്ന് അറിയാം. ഞാൻ ക്ലൂ എടുക്കും ഇപ്പൊ. അത് സംഭവം തന്നെയാണ് ഗൈസ്. പക്ഷെ ല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അതാണ്. എനിക്ക് ആ കൂടെ അറിയുന്ന ഒരു പേരേ ഉള്ളൂ. ആ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏതെങ്കിലും പേരും ആയിക്കൂടെ? ഇതിന്റെ പേര് ആയിക്കോടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വേണം ഇൻഗ്രീഡിയൻസ് വരെ ഞാൻ എഴുതി വെക്കാം. ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് അത് ഈ ഉദ്ദേശിച്ചതാന്ന് ഉറപ്പാ? ആ ഇല്ല, പേര് ആലോചിച്ചോ. പേരിലേക്കുന്ന സമയം തരണം പ്ലീസ്. ഞാൻ എഴുതി. എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ആ കൂടെ അറിയുന്ന ഒരു പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് അതന്നെയാന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ പിന്നെ ഇതാവോ? ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തൊരു സാധനം എഴുതിയത്. പോയി ഇതങ്ങനെ എത്ര ഈസി ടേസ്റ്റ് അല്ല ഇതിൻ്റെത്. അതെ, ശ്രീ ഒന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും. ഇല്ല. പക്ഷെ ശ്രീക്ക് അറിയാം. ഈ എഴുതി കഴിഞ്ഞോ? ഞാൻ ആലോചിക്ക് 2 മിനിറ്റ് ഞാൻ സമയം ചോദിച്ചു. മിണ്ടായിരിക്കണം. എല്ലാരും സൈലൻസ് സ്റ്റോപ്പ്. സൈലൻസ് സ്റ്റോക്കോ? സൈലൻസ് ഓക്കെ.
അതാണെന്ന് മനസ്സിലാവാൻ അതിലൊരു സാധനം വരുന്നുണ്ട്. അഞ്ചല്ലേ? നാലാമത്തെ റൗണ്ട് കിട്ടി ഗൈസ്. ഇപ്പഴാ സമാധാനായത്. ഞാൻ പൊട്ടി. പിന്നെ അടുത്ത റൗണ്ടിലോട്ട് പോയല്ലോ. കിട്ടിയ സന്തോഷ. ഗൈസ് ഈ ഫുഡ് കൊണ്ടുവരാൻ കുറെ സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തോ വലുതാണ് ഗൈസ് ഇത്. അതെ, എന്തോ ഒരു സംഭവമായിട്ടുള്ള ഒരു ഫുഡാണ്. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു ഫുഡ്. ഒറ്റന്നില്ലായതോ? എല്ലാം ഒരു പ്ലേറ്റിലാണ്. ആ എടുത്തോ. സ്പൂണാ? മാത്രം സ്പൂണൊന്നല്ല, എടുത്തോ. ഇവിടെ അതെന്റെതാ, അതെന്റെതാ. എന്താ ഇങ്ങനെ? ബെസ്റ്റ് ഓരോ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പൊട്ടി. എന്താ ഗൈസ് ഇതൊക്കെ വരെ തിന്നില്ല. ഞാൻ ചെറുപ്പത്തിൽ തിന്ന സാധനമാണോ എനിക്കൊരു സംശയമുണ്ട്. അതിപ്പോ അമ്മക്ക് അറിയില്ലല്ലോ. അല്ല, എനിക്കറിയാലോ. ഇത് തിന്ന പോലെ ഉണ്ട്. ഇതുപോലെ അതാണോ എന്ന് വിചാരിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് സംശയിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. പക്ഷെ അതല്ലാന്ന് മനസ്സിലായി. അതല്ല നടന്നിട്ടില്ല. കാണും. എനിക്ക് ഒരു സാധനം കിട്ടണ്ടോ? ഇത് അഞ്ചാമത്തെ അല്ലേ? അഞ്ചാമത്തെ. ഞാൻ അഞ്ചാമതൊന്നും പോയി എന്നൊക്കെ തോന്നുന്നു. ഞാൻ എഴുതി കഴിഞ്ഞേ. ഇതിന്റെ ഒരു ഭാഗം കിട്ടിയ സമയത്ത് എനിക്ക് ചെറുതായിട്ട് മനസ്സിലായിക്കുന്നത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ പണ്ട് തിന്നത് ആണ് സാധനം എന്നെങ്കിലും, പക്ഷെ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിന്. അല്ലേ? ആ, എഴുതിക്കോ. എല്ലാരും എഴുതിക്കോ വേഗം. ഞാൻ ബ്ലൂ തരാം. ശ്രീ ഗ്ലൂ. ശ്യാമിന് ഗ്ലൂ കൊടുത്തു കഴിഞ്ഞാല് ശ്യാമിനെ ഇങ്ങനെ പുറത്താക്കൂ. ബ്ലൂ ഇല്ല, ഞാൻ പുറത്താകും. അഞ്ചാമത്തെ ഞാൻ വിട്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു. ഇതില്ലേ പുറത്ത് വന്നപ്പോ മനസ്സിലായോ? പക്ഷെ അതിന്റെ ഉൾഭാഗത്ത് എത്തിയപ്പോ ഒരു സാധനം കിട്ടിയ എന്തായാലും എനിക്ക് കിട്ടൂല എന്നുള്ള ഏകദേശം ഉറപ്പായിട്ടുണ്ട്. 5 റൗണ്ട് കഴിഞ്ഞ 3 കൂടെ ഉള്ളു അല്ലേ? ആ എഴുതി. ഓക്കേ. ഇതെന്താണെന്നറിയോ? ഇതിന്റെ പുറംഭാഗം ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഉൾഭാഗത്തെ ഒരു സ്ഥലത്തെത്തിയപ്പോ മനസ്സിലായി. തോന്നുന്നു അതാണെങ്കിൽ അടുത്ത റൗണ്ടിലോട്ട് പോവാം. പക്ഷെ ചെറുപ്പത്തിൽ നിന്നതിന് മാറ്റം തോന്നുന്നത് എന്താന്നറിയാമെങ്കിൽ ഇന്റെ ഇതില് പറയുകയാണെന്നുണ്ടെങ്കില് കട്ടി കുറവുണ്ട് ഇതിന്. ഇതിനൊരു തരിതരിപ്പ് ഉണ്ടാവല്ലോ. അതില്ല. ഇത് ഈസി ആയിട്ട് ഇത് തിന്നാൻ പറ്റില്ല. എനിക്കിത് എന്താണ് പോലെ അറിയാത്തോണ്ട് കുഴപ്പമില്ല. ഗൈസ് അങ്ങനെ നമ്മള് 6ാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. ഈ റൗണ്ടിലെങ്കിൽ എനിക്ക് പറ്റുന്ന എന്താ സാധനം വന്നാൽ മതിയായിരുന്നു. ഇതുവരെ കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ വന്നത്. ലാസ്റ്റ് 2 റൗണ്ടും ഭയങ്കര പ്രശ്നമായിരുന്നു ഗൈസ്. ഒന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ഈ ശ്രീ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് ചിലപ്പോ ശ്രീ ആയിരിക്കും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവുക. പറ്റിക്കാണോ സംശയം. ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് ഉണ്ട്. ശരി, ഞാൻ അത് തപ്പാൻ പോവാ. ആ, എടുത്തോ, കഴിച്ചോ. വെച്ച് ആ, വെച്ച്. സ്പൂൺ ഉണ്ടാ? ഇല്ല, ഇവിടെ എടുത്താൽ മതി. പടച്ചോനെ, പച്ച മീൻ പച്ച ചിക്കൻ. ഇതൊക്കെ സിമ്പിൾ അല്ലേ സല്ലു? ഞങ്ങൾ എത്ര ഈ ഇങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? ഞങ്ങൾ ഇത്ര പോലും വിവരമില്ലാത്തവരെന്നാണ് എന്റെ വിചാരം. എനിക്കിഷ്ടോ നല്ലതാണ്. ശ്യാമിക്ക് ഇഷ്ടം അത്. എനിക്ക് വേറെന്ത് പൊളിഞ്ഞ ടേസ്റ്റാ വരുന്നേ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല ഞങ്ങൾ. അതെ, ഈ റൗണ്ടിലെ സല്ലു ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ്. ഓക്കേ, എഴുതിക്കോ. ഇതെന്താ സംഭവം അറിയോ? കാക്ക വിചാരിച്ച് നമ്മള് തൊടൂലാന്ന്. അതാണല്ലേ സല്ലു. നിങ്ങൾ എങ്ങനെ കഴിക്കൂ? അതല്ല പറയുന്നേ, ഞമ്മള്
ഇത് പേടിക്കുന്നു കാക്ക വിചാരിച്ച് വെറുതെ ഒന്ന് പേടിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും എഴുത്. എഴുതി. ഇനി അതല്ലേ നമുക്ക് എന്താ അത്ര കോൺഫിഡൻസ്? പെട്ടെന്ന് എഴുതിക്കോ. ശ്രീക്കാണ് ഏറ്റവും പെട്ടെന്ന് എഴുതാൻ പറ്റുക. അതെ, ഞാൻ അവിടെ താഴെ വരെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അതുകൊണ്ട് ഞാൻ പേജ് മറക്കുകയാണ്. ഞാൻ സൈഡിൽ എഴുതി. എനിക്ക് ഏതാ സൈഡിൽ തന്നെ മനസ്സിലാവും. ഞാൻ നേരത്തെ അങ്ങനെ നോക്കിയതായിരുന്നു. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കി. സോറി പേപ്പറൊക്കെ തിരിച്ചു വെച്ചിരുന്നത് ഞാൻ എന്താ കഴിഞ്ഞോ? അടക്കടക്കടക്ക് ഇവളെന്താ ചെയ്യുന്നത്? ചെയ്തല്ലേ? എല്ലാരും എഴുതിയില്ലേ? ഇത് വളരെ സിമ്പിൾ റൗണ്ട് ആയി പോയി. ഷാറൂഖ് ഖാന്റെ ഡയലോഗ് ആണ്, പക്ഷെ നല്ല മാച്ച് ആയിട്ടുള്ള ബീജിയം. അയ്യോ ഇതിപ്പോ എന്റത് എഴുതിയ ഭാഗാണോ? സല്ലു അത് എഴുതിയ ഭാഗം ഒറ്റ പ്ലേറ്റ് ആണ്. പൈസ വല്ലാതെ ലാഭിക്കുന്നു. തൊടാ സ്പൂണില്ല. സ്പൂണൊന്നുമില്ല. എന്തൊക്കെ അവൻ ചെയ്യുന്ന തിന്നാനുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ, എനിക്ക് മനസ്സിലായി. തിന്നാതിരിക്കാൻ പറ്റണല്ലോ സല്ലോ. തിന്നു നോക്കണം. എഴുതി. ഇത് എത്രാമത്തെയാ? കോൾഗേറ്റിന്റെ സുഗന്ധം. എത്ര? 7ാമത്തെ റൗണ്ടല്ലേ? ഇതാ തന്നെ. ഗൈസ് കിട്ടി, ഗൈസ് കിട്ടി കിട്ടി കിട്ടി. ശരിക്കും കോൾഗേറ്റിന് ഫ്ലേവർ ഉണ്ടല്ലോ. ഉണ്ട്. ആദ്യം തന്നില്ല. ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ല അവസാനം തെറ്റിപ്പോയിട്ട് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. ഇതാ തന്നെ. ഇതിലെനിക്ക് ഡൗട്ട് ഒന്നുമില്ല ഗൈസ്. എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഇതേ ടേസ്റ്റ് ഉള്ള നല്ലോണം ടേസ്റ്റ് നോക്കിയിട്ടുണ്ടാവും. നല്ല കഴുകിയില്ലേനോ? നല്ല കഴിക്കുന്നുണ്ട്. ഏതൊരു മുഖത്ത് എന്തോ ടേസ്റ്റ് തോന്നുന്നു. പുഴു കഴിക്കും. കഴിയതാ. എന്നാ പുഴുങ്ങിയ ടേസ്റ്റാ. ചൂടുള്ളത് കഴിക്കരുത്, അതാ ഫുൾ ഫ്ലേവർ ഇല്ലാത്ത. പോ അവിടുന്ന്. അയ്യോ ഇനി നമുക്ക് ഒറ്റ റൗണ്ട് കൂടെ ബാക്കിയുള്ളൂ. ഈ റൗണ്ട് കൂടെ അതെ, ഇതും കൂടെ കഴിഞ്ഞ് കണ്ടു ഉറക്ക ഗൈസ്. കഴിഞ്ഞോ? റെഡി. അങ്ങനെ ഗൈസ് നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ലാസ്റ്റ് റൗണ്ടിൽ എന്തൊക്കെ പ്ലേറ്റ് പൊട്ടിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഇതുവരെ ഉള്ളതൊക്കെ ഞാൻ 1-2 മാത്രമാണ് ഡൗട്ട് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ എനിക്ക് ഉറപ്പാണ്. എനിക്ക് 2 പോയി എന്നുള്ള എനിക്ക് ഉറപ്പാണ്. ബാക്കിയുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. പ്ലേറ്റില് 3 സ്പൂൺ ഉണ്ട്. ഓരോ സ്പൂൺ ചെയ്തെടുത്തോ. സ്പൂണ് വീണ്ടും വന്നു. അതിന് കയ്യാണ് എവിടെ സ്പൂൺ? എവിടെ സ്പൂൺ? ഇവിടെ എന്റെ സ്പൂണിൽ കിട്ടി. നമുക്ക് കിട്ടിയോ? സ്പൂൺ എനിക്ക് കിട്ടിയില്ല. ഞങ്ങളാണ് ഇത് വളരെ സിമ്പിൾ ആണ് ഗൈസ്. അത് ഞങ്ങളുടെ അടുത്താണ് കാക്ക ഈ സാധനമായിട്ട് വന്നത്. അയ്യോ എനിക്ക് പേടിയാവുന്നു. ഇത് അതന്നെ ആണോ? പേടിപ്പിക്കല്ലേ, വെറുതെ പേടിപ്പിക്കല്ലേ. വളരെ അത് ഇതെന്താന്ന് എഴുതിയ പോരെ. ഇനിയുണ്ടോ? അത് റൗണ്ടോ? ഇനിയുണ്ടോ? റൗണ്ട് ഉണ്ടാന്നുള്ള ഇതിലാ ചോദിക്കുന്നത്. ഇനിയുണ്ടോ? എല്ലാരും എഴുതിയോ? മതി. എല്ലാരും എഴുതി കഴിഞ്ഞാൽ പെന്നെ നിർത്തി വെക്കാം. പക്ഷെ ഇതെടുക്കാലോ അല്ലേ? ഇനി എല്ലാവർക്കും കൊണ്ട് തുറക്കാം. തുറക്കട്ടെ? വെളിച്ചക്ക് എന്തോന്ന്. അയ്യോ ഇത്ര വെളിച്ചുണ്ടെന്ന് നമ്മുടെ മൈൻഡിലില്ല, മൊത്തം ഇരുട്ടായിരുന്നു. ഞാനിത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒക്കെ ഓരോന്നിനും പോലെ ഞാൻ ഓരോന്നാ എഴുതിയത്. അല്ല ആയില്ല, ഫസ്റ്റോട്ട് പോവാ.
ഫസ്റ്റ് റൗണ്ട് മുതൽ തുടങ്ങിയോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ തന്നെ? ഫിഷ് ഫ്രൈ. എന്ത് ഫിഷ് എന്ന് പറയണോ? ആവോലി ഞാൻ എഴുതിയേ. ആവോലി. കരിമീനോ? അല്ല, അത് പപ്പൻസ് ആണ്. അത് നമ്മള് തിന്ന മീനല്ലേ? പപ്പൻസ് ഒക്കെ നമ്മൾ കഴിക്കുന്നല്ലേ? ഞാൻ അതാ ചോദിച്ചത്, എന്തിന്റെ മുന്നിൽ നിൽക്കുന്നു? പപ്പൻസിന് അതിന് മുള്ളില്ലല്ലോ. ഫിഷ് ബിരിയാണിയിലൊക്കെ ഉണ്ടാവില്ലേ പപ്പൻസ്? അതില് മുള്ളുണ്ട്. ചെറിയ രീതിയിലുണ്ട്. മുള്ളുണ്ടാവും, പക്ഷെ ചെറിയ രീതിക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും പൂജ്യം, അതിന് മാർക്കില്ല. ഫിഷ് ഫ്രൈക്ക് ആരതാ? ആരും തരാൻ പറ്റില്ല. മീൻ ഏതാന്ന് മാത്രമേ എഴുതാത്തുള്ളൂ. ആരാരതല്ലായിരിക്കും. അതിന് മാർക്കില്ല. 0 മാർക്ക് ഗൈസ്. മീൻ അത് ഞാൻ ആവോലി. എനിക്ക് അതായത് ഉള്ളതിൽ അറിയാവുന്ന പേരുള്ളത് എനിക്ക് അയില, മത്തി, ചെമ്മീൻ, കട, ഇങ്ങനത്തെ എല്ലാ സാധനത്തിന്റെ പേരറിയാം. പക്ഷെ എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ ശ്രീ അതുകൊണ്ട് ഒരു ചിക്കന്റെ ആ ഒരു ടൈപ്പിലോട്ട് പോയില്ലേ പപ്പൻസ്? അതുകൊണ്ട് ചിക്കൻ പോലെ എനിക്ക് ഫീൽ ചെയ്ത് ചീസ്, മാഷ്ഡ് പൊട്ടറ്റോ. മാഷ്ഡ് പൊട്ടറ്റോ. എനിക്കൊരു ഡൗട്ട്. ഞാൻ രണ്ടെണ്ണൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് ചീസ് ആണോ അല്ലേ എന്നുള്ള. അതല്ല, മാഷ്ഡ് പൊട്ടറ്റോ നമ്മൾ തിന്നുന്നല്ലേ. എനിക്ക് അതിനോട് ഞാൻ ഇവരൊക്കെ അങ്ങനെ മറ്റേ സാധനങ്ങൾ വാങ്ങി തിന്നുമ്പോ എന്റെ മാഷ് പൊട്ടറ്റോ ഇവരെ കഴിക്കല്. അപ്പൊ എനിക്ക് ഒരു പോയിന്റ്. എനിക്കൊരു പോയിന്റ്. എനിക്ക് 0 വരെ. അടുത്തതിൽ സ്കോർ ചെയ്യാണ്ടാവും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഞാൻ നിങ്ങൾക്ക് തന്നെന്താ? ഗ്രിൽഡ് ചിക്കൻ. ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്ക. ഞാനത് നോക്കിയ പിന്നെ എനിക്ക് തോന്നി കബാബാണോന്ന്. പക്ഷെ കബാബ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്സ്ചർ മറ്റേ എന്താ പറയാ മിൻസ് ചെയ്തതിന്റെ ടെക്സ്ചർ അതാ ടിക്കറ്റ് ഉണ്ടാവില്ലേ. ഞാൻ ടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ചിക്കൻ എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നാലാമത്തെ സ്ത്രീക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സാധനം. ഐഡിയ ഇല്ല എനിക്ക് ആ സാധനം. ഞാൻ ചീസ് എന്ന് എഴുതി വെച്ചു. ഹമസ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അതിന് കുറെ വീഡിയോസ് സാധനം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് തിന്നുമ്പോ ഒരു കടലേന്റെ ഫ്ലേവർ ഉണ്ട്. പീനട്ട്. അതില് മറ്റേ കടല, കടല, അതിന്റെ ഒരു ടേസ്റ്റ് അതിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ടെക്സ്ചർ അങ്ങനത്തെ ഒരു ക്രീമി ടെക്സ്ചർ. ഞങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി നല്ല പുളിയൊക്കെ ഉണ്ട്. സാധാരണ അങ്ങനെ എല്ലാം ഉണ്ടാവില്ല. നാരങ്ങനീരൊക്കെ ആക്കിയത്. ഈ പറഞ്ഞ സാധനം ഞാൻ കഴിച്ചിട്ടേ ഇല്ല, ഞാൻ കണ്ടിട്ടുമില്ല. നമ്മള് എല്ലാരും കൂടെ പോയി കഴിച്ചിട്ടുണ്ട്. നമ്മള് പ്ലാറ്റർ ഒരു പ്രാവശ്യം വാങ്ങി കഴിച്ചില്ല. ഞാൻ ഇത് കഴിച്ചിട്ടില്ല. ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചില്ല, കണ്ടിട്ടുണ്ടാവും. എനിക്ക് അതിന്റെ ടേസ്റ്റ് എന്തായാലും മനസ്സിലായില്ല. അപ്പൊ അടക്കം എത്ര പോയിന്റ് ടോട്ടൽ? എനിക്ക് 2 പോയിന്റ്. എനിക്ക് 2 പോയിന്റ്. എനിക്ക് 2 പോയിന്റ്. എല്ലാരും ഇഞ്ചോടിച്ച് പോരാട്ടത്തിലാണ്. ഓക്കെ, അഞ്ചാമത്തെ ഫ്രൂട്ട് അല്ലേലോ? ആരെങ്കിലും പറ. എനിക്ക് പേടിയാ. വലിയ വാചകടിയായിരുന്നു ഇവര് രണ്ടാളും. എനിക്ക് ഞാൻ എഴുതിയ തെറ്റാണ് എനിക്ക് ഉറപ്പാണ്. ഞാൻ തൊങ്ങുന്നത് എഴുതി. അവനോട് കേട്ടോ ഞാൻ പറയുന്നത് നൊങ്കല്ല എന്തായാലും. സബർജല്. അല്ല, പിയർ. അയ്യോ, എനിക്ക് തോന്നി പിന്നെ അത് പിയറാന്ന്. പിയർ 2 അല്ല, അതുകൊണ്ടായിരിക്കാത്ത എരുതത്തെ ടെസ്റ്റ് വരാഞ്ഞത്. സബർജല്ലിനുണ്ട്. പക്ഷെ 2 ഷേപ്പ് ഒന്നല്ലേ. അല്ലല്ല, പിയർ ഇങ്ങനെ സബർജല്ല ആപ്പിൾ പോലെ. ഇതും അതും ഒരേപോലെയല്ലേ? ഇത് കഴിക്കുന്നതാ. ഇത് സബർജല്ല. ഞങ്ങൾ ഇതിനാണ് സബർജല്ലി എന്ന് പറയുന്നത്. സബർജല്ലി എന്ന് പറയുന്നേ അല്ല, സബർജല്ലിന് ഇതേ തോല. ഇതന്നെയാണ് ഷേപ്പ് ഒന്നാണ്. ഇതൊന്നും പിയർ ഏതാ നോക്ക്. ആ ഫോട്ടോ എടുക്ക്. പിയർ എന്നുള്ള പേരിൽ ഓർഡർ ചെയ്തത് സബർജല്ലി നൽകി. 5 സബർജല്ലി എന്ന് പറയുന്നത്. ഞാൻ സബർജല്ലി എന്നാ പറയുന്നത്. സബർജല്ലിയാണ്. ഞാൻ പിന്നെ 7 ദിവസത്തിലാണ് ഞങ്ങൾ സബർജല്ലി ഇതാണ്. ഇനി ഇത് നിങ്ങൾക്ക് അതിന് പറയാ. ഞാൻ എനിക്ക് ആ സാധനം അറിയാത്ത ചെറിയൊരു സംഭവമുണ്ട്. പറഞ്ഞ ഈ സബർജലിന്റെ ഇംഗ്ലീഷ് വാക്കാണ് പിയർ. ഞാൻ എന്നിന്റെ കൂടെ പിയർ.
എഴുതിയിട്ടുണ്ട്. ഞാൻ നമുക്ക് ടിക്കറ്റ് ഒന്നിട്ടു ഞങ്ങളെ സബർജല്ലി ഇതാണ് പറഞ്ഞിട്ട് ഇവരിവിടെ എത്ര കിടന്ന് നിന്റെ അടുത്ത് പറഞ്ഞു. ഇതില്ലേ ഇതിന് കുറച്ചും കൂടെ തോല് കട്ടിയുള്ള വരുമ്പോഴാണ് മറ്റേ തെരുതെരി വരാം. ഉള്ളിലേക്കുള്ള ഒരു മഞ്ഞ കളറും അവരുണ്ടോ നിങ്ങൾ ഇതുവരെ കഴിച്ചില്ല. ചോപ്പ് മഞ്ഞ ഇന്ന് അത് കഴിച്ചോക്ക്. എനിക്കിഷ്ടല്ല. ഓക്കെ ഇനി ആറാമത്തെ അടുത്തത് എന്താ പറഞ്ഞോ? ബട്ടർ സോൾട്ടഡ് ബട്ടർ. ബട്ടർ സോൾട്ട് എടുത്ത് ബ്രാക്കറ്റിന് ഞാൻ എഴുതി വരെ വെച്ചേക്കുന്നു guys. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി ബ്രാക്കറ്റില് ആർക്കറിയാം ഞാൻ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ എഴുതി പോയതാ. ഇല്ല 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 ബട്ടറിന് എഴുതിയ ആ. അങ്ങനെ ആറാമത്തെ നമ്മള് ശരിയാക്കിയിരിക്കുകയാണ് ഗൈസ്. ഏഴാമത്തത് ഏഴാമത്തത് അത് 7ഉം 8ഉം ഞാൻ ഒന്നിച്ചാ എഴുതിയത് കണ്ടോ, മിക്സഡ് ആയി പോയി. അപ്പൊ ഏഴാമത്തെ എന്തെങ്കിലും പറയോ? പുതിന പുതിന. മിന്റ് ലീവ്സ് ഞാൻ എഴുതിയത്. ആ, ഞാൻ correct. കാണിച്ചു തരണം. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഒന്നിച്ച് എഴുതിയോണ്ട് ഞാൻ കാണിച്ചു തരാം. എം കണ്ടതാ, എം ഈ എം കണ്ടോ? ആ കണ്ട്. ദാ ഐ ഇതാ, എൻ ഇതവിടെ, ടി എൽ ഇ എ വി ഇ എസ് മിന്റ് ലീവ്സ്. ആ. ഷാമി ഞാനും ടയ്യ ശ്രീ എത്ര പോയിന്റ് ഞാന് നിങ്ങളൊക്കെ ഒരു പോയിന്റ് പുറകില്. ഓക്കെ ഇനി തൊങ്ങ് എഴുതി. Last round. ഇനി എട്ടാമത്തത് പറയട്ടെ, പീനട്ട് ബട്ടർ. ബട്ടർ അല്ലേ? അതെനിക്ക് അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ശരിയാക്കിയിരിക്കുകയാണ് guys. 1 2 3 4 5 6 പോയിന്റ്സ് എനിക്ക്. എനിക്ക് 5 പോയിന്റ്സ്. അല്ല 5000 വെച്ച് തരാം, 10,000 രൂപ. Cash prize 5000 ആണ്. ആ. അത് നിങ്ങൾക്ക് നിങ്ങളായിട്ട് 2000 ചെയ്തെടുക്കാം. അങ്ങനെ ഞങ്ങൾ നേടി അതിന് നിങ്ങൾ ജയിച്ചാൽ എനിക്ക് ചെലവായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാ മതി. ആ, okay. Ready? അങ്ങനെ guys, ഞങ്ങൾ രണ്ടുപേരും വിജയിച്ചിരിക്കുകയാണ്. 8 6 പോയിന്റ്സ് വീതം നേടിയിട്ടാണ് ജയിച്ചിട്ടുള്ളത്. അതെ, ഞാൻ നാണം കിട്ടില്ല guys. ഞാൻ തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ ജയിക്കുന്നു. അപ്പൊ ഞാൻ ജയിച്ചിരിക്കുകയാണ്. എനിക്ക് രണ്ടാമത്തെ ചീസ് എന്നുള്ളതിലായി പോയിന്റത്, അല്ലെങ്കിൽ ഞാൻ എന്നെക്കാട്ടും കുറച്ച് മുകളിൽ വന്നു. എനിക്ക് ഏതാ മീനില് 0 കിട്ടി. പിന്നെ ഓരോരുത്തർ എഴുതിയ തെളിവ് കാണിക്കും. ആ ഞാന് ഫസ്റ്റ് ഇതൊന്നും കാണിക്കാൻ വലുതായിട്ട് പറ്റൂല, കണ്ടു കാണാന്ന് എഴുതിയതാണ്. മീൻ പൊരിച്ചതെന്ന് എഴുതി, അതിൽ കരിമീൻ എഴുതി. കരിമീൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഞാന് എന്താണ് ചീസ് എന്ന് എഴുതിയിട്ട് അത് വെട്ടി, എന്നിട്ട് ഞാന് എനിക്ക് മാഷ്ഡ് പൊട്ടറ്റോ എന്ന് മനസ്സിലായി, അപ്പൊ അത് ഞാൻ എഴുതി. പിന്നെ ഇതെന്താന്നൊന്ന് നോക്കട്ടെ. ചിക്കൻ ടിക്ക. ആ ചിക്കൻ ടിക്ക, അത് ഞാൻ കൃത്യമായിട്ട് എഴുതി, എനിക്ക് 1 മാർക്ക് കിട്ടി. പിന്നെ ചീസ് എന്ന് എഴുതി, അത് ശരിക്കും എനിക്ക് അറിയായിരുന്നു ഹമ്മൂസ് ആണെന്നുള്ളത്, അപ്പൊ അതിന് 0 കിട്ടി. പിന്നെ ഇത് തൊങ്ങെന്ന് എഴുതി, അതിന് നൊങ്കായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ തൊങ്ങെന്നാണ് ഞാൻ എഴുതിയത്. എന്തായാലും 0. പിന്നെന്താ 6, ഇതെന്തത്? സോൾട്ടഡ് ബട്ടർ, അത് കറക്റ്റ് ആയിരുന്നു. പുതിന കറക്റ്റ് ആയിരുന്നു. പിന്നെ പീനട്ട് ബട്ടറും കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ടോട്ടൽ 5 മാർക്ക്. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ മീനിന് 0 കിട്ടി. പിന്നെ മാഷ്ഡ് പൊട്ടാറ്റോ 1, പിന്നെ ഗ്രിൽഡ് ചിക്കൻ എഴുതി. ഇത് രണ്ടും മിക്സ് ആയി പോയിട്ടോ. പിന്നെ അത് ഹമ്മൂസ് അങ്ങനെ എന്തുവാ പറയാ. പിന്നെ അത് സബർജല്ലി എഴുതി. പിന്നെ പിയർ, അതായത് പിയർ. പിന്നെ ബട്ടർ സോൾട്ടർ ഞാൻ ബ്രാക്കറ്റിൽ വളരെ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് 7 8 മിക്സ് ആയി പോയത്. മിന്റ് ലീവ്സ് ആണ് ഞാൻ എഴുതിയത്. ഇത് കൂടെ കണ്ടോ, എം ഇതാ, ഐ ഇതാ, എൻ ടി, ഇവിടെ മിന്റ് ലീവ്സ് ഉണ്ട്. അതിന്റെ മുകളിൽ തന്നെ പീനട്ട് ബട്ടർ ഇവിടെ കാണാൻ പറ്റും. പീനട്ട് ബട്ടർ എന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിതാ ഗൈസ് ആദ്യം തന്നെ ഫിഷ് ഫ്രൈ എഴുതി, ആവോലിയാണ് എഴുതി വെച്ചത്. രണ്ടാമത് ആ മാഷ്ഡ് പൊട്ടറ്റോയ്ക്ക് ചീസ് എഴുതി വെച്ചു, അത് പൊട്ടത്തെറ്റാണ്. പിന്നെ ഫസ്റ്റ് പോയിന്റ് കിട്ടിയത് എനിക്ക് ചിക്കൻ ടിക്കയാണ്. അത് ഞാൻ ഇവിടെ ടിക്കാന്ന് എഴുതിയിട്ട് ഇവിടെ ചിക്കൻ എഴുതി. പിന്നെ ഹമസ് എന്നുള്ളത് സംഭവം ഇവിടെ എഴുതി വെച്ചു. പിന്നെ സബർജൽ എഴുതി. പിന്നെ ഇത് 6ാമത്തെ ബട്ടർ ഇവിടെ എഴുതി. പിന്നെ 7 പുതിന എഴുതി. 8 ഇതെന്തായിരുന്നു? പീനട്ട് ബട്ടർ അതും എഴുതി ഗൈസ്. ഇത്രയാണ് എഴുതിയത്. അങ്ങനെ 6 പോയിന്റ് കിട്ടുകയും ചെയ്തു. ഞങ്ങളെ ക്യാഷ് പ്രൈസ് 2500. ഇത് ഞങ്ങൾ എല്ലാരും പങ്കിട്ടെടുക്കുന്നതാണ്. പൈസ അല്ല, ശ്രീക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്, ട്രീറ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ശ്രീലക്ഷ്മി, This is Soumya. This is Sanjita signing off.